ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കണം. കുറേ സിനിമകളൊക്കെ കണ്ടു. ഒരു തമിഴ് പരാശക്തി കണ്ടു. പിന്നെ മലയാളം സർവം മായ അത് കണ്ടു. അങ്ങനെ ഒരുവിധം സിനിമകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നടക്കണം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ലഞ്ച് ഉണ്ടാക്കി. പീസ് പുലാവ് ആൻഡ് ബ്രിഞ്ചോൾ ഫ്രൈ, എയർ ഫ്രൈ അതിലുണ്ടാക്കിയതാണ്. അപ്പം എൻ്റേതായ ഒരു സിഗ്നേച്ചർ ഡിഷാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനിത് കണ്ടിട്ടില്ല ആരും ചെയ്യുന്നത്. ഇനി വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്നാൽ പിന്നെ ഞാനത് മാറ്റണമല്ലോ, സിഗ്നേച്ചർ അല്ലല്ലോ അപ്പോൾ. അപ്പം ഞാൻ ഇവിടെ എടുത്തത് വലിയ ബ്രിഞ്ചോളാണ്. അതിങ്ങനെ റൗണ്ടിൽ തിന്നായിട്ട്, മാക്സിമം തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും തിന്നായി കട്ട് ചെയ്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതിൽ കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കുറച്ച് ജീരകം ഇപ്പോൾ കൂടിയിട്ട് എണ്ണയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കുക. അത് പുരട്ടി ഇങ്ങനെ കുറച്ച് നേരം വയ്ക്കുകയൊന്നും വേണ്ട, അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാരണം അത് ബ്രിഞ്ചോൾ പെട്ടെന്ന് വേവും ഒന്നാമത്. പിന്നെ നമ്മൾ അത്രയും വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിരിക്കണം അല്ലേ, അപ്പോൾ അത് വേഗം വേവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ചെറി ടൊമാറ്റോ. അത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഇറ്റാലിയൻ ഡ്രസ്സിങ് ഇല്ലേ, അതായത് ഒറിഗാനോ, പിന്നെ പാസ്ലി, ഡ്രൈ പാസ്ലി, പിന്നെ ബ്ലാക്ക് പെപ്പർ, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പ്, കുറച്ച് ബ്ലാക്ക് സോൾട്ടാണ് അതിലിട്ടത്. അങ്ങനെ ഉള്ളതൊക്കെ അങ്ങോട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒരു എയർ ഫ്രയറിൽ ഒരു 180 ഡിഗ്രി 12 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നമ്മൾ ഇടയ്ക്ക് എടുത്ത് നോക്കുകയൊന്നും ആവശ്യമില്ല. കാരണം അത് തിന്നാണല്ലോ, പെട്ടെന്ന് വേവുകയും ചെയ്യും. തിരിച്ചിടുകയൊന്നും പാടണ്ട ആവശ്യമില്ല. ഒരേ ഇതിൽ പാകത്തിൽ വെന്ത് കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. എയർ ഫ്രൈ അധികം എണ്ണ ഉപയോഗിക്കേണ്ട, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരിക്കും. പിന്നെ നമുക്ക് ടൊമാറ്റോന് പകരം പനീർ വെക്കാം. സോയാ ചങ്ക്സ് നല്ലോണം എന്താ പറയുക, വെള്ളത്തിലിട്ട് കുതിർത്ത് കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് പിന്നെ അതിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അതേ തന്നെ ചിക്കൻ ഉപയോഗിക്കാം, സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും അതിൽ ചെയ്യാം. ഇപ്പം ഞാനിന്നിപ്പോൾ ഒരു അലങ്കാരത്തിന് ഒരു ചുവപ്പ് റെഡ് കളർ കാണാനൊരു ഭംഗി അല്ലേ, അലങ്കാരവും ആരോഗ്യവും ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. കാണാനും നല്ല ഭംഗി. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ, അവർ തനിയെ കഴിക്കാത്തവരും ചോറ് ഇഷ്ടമില്ല അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്കതൊരു ഇതുണ്ടായിരിക്കും, ഒരു സ്പെഷ്യലായിട്ട് തോന്നും, ടേസ്റ്റും ഉണ്ടാവും. ഓഫീസിലേക്കും അതെ നന്നായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് പീസ് പുലാവ് അല്ലേ. നമ്മൾ എപ്പോഴും ഡിഫറെൻ്റായിട്ട് ലഞ്ചിന് ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നും ഒരു എന്താ പറയുക, സാമ്പാർ, പുളിങ്കറി അല്ലെങ്കിൽ മസാലക്കറി അങ്ങനെ ഉണ്ടായതിനെക്കാട്ടിലും ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൺസ് ഇൻ എ വീക്കെങ്കിലും വേണം ഒരു ചേഞ്ച്, എപ്പോഴും ഒരേ തന്നെ ഉണ്ടാക്കാതെ. അപ്പോൾ ഒരു എന്താ പറയുക, കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടും. ആഹാരം കഴിക്കാത്ത കുട്ടികളും കഴിച്ചു തുടങ്ങും ഇങ്ങനെയുള്ള കളർഫുള്ളായിട്ടൊക്കെ കണ്ടിട്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനും കുട്ടികളൊക്കെ ചെറുതാകുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അതൊക്കെ ഇങ്ങനെ കളേർഡായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ ചോറിനൊരു നിറം, ചോറ് മാത്രമല്ല കേട്ടോ, ഇഡ്ഡലി ആയാലും ദോശ ആയാലും അതിലൊക്കെ ഇങ്ങനെ കളേർഡ് സ്പിനച്ച്, ചീര, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് ഇതാക്കുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഒരു കളേർഡായിട്ടുള്ളൊരു ഇത് കാണുമ്പോൾ ഒരു അട്രാക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരത് കഴിച്ചോളും അല്ലേ. ഏത് പ്രായത്തിലെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയല്ലേ. അത് കഴിക്കില്ല, ഇത് കഴിക്കില്ല, അങ്ങനെയുള്ള ഇതൊക്കെ എന്തോ താങ്ക് ഗോഡ് എൻ്റെ മക്കൾ എല്ലാം കഴിക്കും. പാവയ്ക്ക, കയ്പ്പയ്ക്ക ഉപ്പേരി, ബ്രിഞ്ചോൾ എല്ലാം കഴിക്കും. അതുകൊണ്ട് അതിന് അത്ര ബുദ്ധിമുട്ടിയിട്ടില്ല. കഴിക്കാണ്ട് ഫുഡ് കഴിക്കില്ല എന്നുള്ളൊരു കാര്യം ഇല്ല. പക്ഷേ വളരെ ലിമിറ്റഡായിട്ട് തന്നെ കഴിക്കുള്ളൂ. ഇപ്പോൾ സ്കൂളിലേക്കൊന്നും അവർക്ക് അധികം ചോറ് അയക്കി ഇഷ്ടമല്ല. ആദ്യമൊക്കെ കൊടുത്തയക്കുമ്പോൾ
അവർക്ക് വൊമിറ്റ് ചെയ്യും. കാരണം അതിങ്ങനെ അടച്ച് രാവിലെ അങ്ങനെ പാക്ക് ചെയ്ത് അടച്ചിങ്ങനെ കൊടുത്തയക്കണതല്ലേ. ഉച്ചയ്ക്ക് അവർക്ക് അത് തുറക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പുളിപ്പിൻ്റെ മണവും ഒക്കെ കൂടി തട്ടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഛർദ്ദിച്ച് പോവും. അപ്പോൾ അവർ പറയും. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ ആയപ്പോൾ ഞാനതിന് മാറ്റി. ചോറ് കൊടുക്കില്ല, സ്കൂളിലേക്ക് കൊടുത്തയക്കില്ല, പ്രത്യേകിച്ച് തൈര് ഒഴിച്ചിട്ട്. അപ്പം ചപ്പാത്തി റോൾ ചെയ്തിട്ട് ആ ഫില്ല് ചെയ്യണത് എപ്പോഴും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ സോയ ചങ്ക്സ്, പിന്നെ പനീർ, മഷ്റൂം, അങ്ങനെ. നോൺ വെജ് ഒരിക്കലും സ്കൂളിലേക്ക് കൊടുത്തു വിട്ടിട്ടില്ല അവർക്ക്. എപ്പോഴും വീട്ടിൽ വന്നിട്ട് കാരണം നോൺ വെജ് എന്തോ എനിക്കത് അത്ര ഇഷ്ടമല്ല. ഒന്നാമത് എന്താ സ്മെല്ലടിക്കും അല്ലേ, ക്ലാസ് റൂമായാലും നമ്മുടെ കൈയാണെങ്കിലും അങ്ങനെയൊക്കെ ഇപ്പോൾ വൃത്തിയാക്കി കഴുകാൻ പറ്റില്ലല്ലോ, സോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടികളല്ലേ. പിന്നെ സ്മെല്ലടിക്കും, വായടിക്കും, സ്മെല്ലടിക്കും, എല്ലാം കൊണ്ടും. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. നോൺ വെജ് എപ്പോഴും സ്കൂളിലേക്ക് കൊടുത്തു വിടില്ല. ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ വെജിറ്റേറിയനിൽ തന്നെ, നമുക്ക് വെജിറ്റബിൾസിൽ തന്നെ ഇഷ്ടം പോലെ സാധനങ്ങളില്ലേ, അതെല്ലാം കഴിക്കുകയും ചെയ്യും. ക്യാബേജ് കഴിക്കുക, എല്ലാം. ഒന്നും കഴിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കഴിക്കുക. അതുകൊണ്ട് അതൊരു ഭാഗ്യം. എനിക്ക് കുട്ടികളൊന്നും കഴിക്കില്ല എന്നുള്ളൊരു പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ വളരെ ബാലൻസ്ഡായിട്ട് ഉള്ള ഫുഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. പിന്നെ ചെറുപയർ, കുട്ടികൾ ഇതുപോലെ ഇഷ്ടംപോലെ ചെറുപയർ ഉപ്പേരി, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ സാമ്പാറുണ്ടാക്കും. അതിപ്പോൾ വീട്ടിൽ നമ്മൾ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ആകുമ്പോഴാണ് ചിക്കനും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ രാത്രി ഉണ്ടാകും ചിലപ്പോൾ ചിക്കൻ ഫ്രൈ, അല്ലെങ്കിൽ ചിക്കൻ കറി, അല്ലെങ്കിൽ ഫിഷ് കറി, അങ്ങനെ. ഇപ്പോൾ കൂടുതൽ ഡയറ്റ് നോക്കുന്ന ഇതായില്ലേ. അന്ന് നമ്മൾ എന്താണോ കൊടുക്കണത് അതല്ലേ അവർ കഴിക്കുള്ളൂ. ഇപ്പോൾ അവരുടെ ഇഷ്ടത്തിനല്ലേ നമുക്ക് നിൽക്കേണ്ടത്. അത് അവരിപ്പോൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വിട്ട് ഞങ്ങളുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയ മുതൽ അവരെന്താണോ പറയണത് അതാണ് ഉണ്ടാക്കി വയ്ക്കാറ്. ഇപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ. അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് കുട്ടികൾ പറഞ്ഞത്, മമ്മി യൂട്യൂബ് തുടങ്ങൂ, ഇങ്ങനെയുള്ള ഡിഷസ്, പല ഡിഫറെൻറ്റ് ഡിഷസ് മമ്മി ഉണ്ടാക്കാറുണ്ട്, അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഒന്ന് റെഗുലർ ആവണം കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ, എന്നാൽ നമുക്ക് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഒന്ന് ഭംഗി വരുത്തണം വീഡിയോസിനൊക്കെ. അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഇഷ്ടപ്പെട്ടോ? ഇപ്പം നിങ്ങളിത് ഇങ്ങനെയുള്ളതൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. ഐഡിയാസൊക്കെ നിങ്ങൾക്കും തനിയെ വരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ അല്ലേ? അടുത്തൊരു വീഡിയോ നല്ലൊരു ഡിഷായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഈ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.